പഴയ നിയമത്തിലെ കർത്താവിൻ്റെ ദൂതൻ അല്ലെങ്കിൽ ദൈവവചനം യേശു ക്രിസ്തുവായിരുന്നു. ദൈവവചനം എന്ന നിലയിൽ മോശയോടും ജനങ്ങളോടും സംസാരിച്ചത് ക്രിസ്തുവായിരുന്നു. ഇത് ആവർത്തന പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യത്തിനും പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 20-നും ഇടയിലുള്ള പ്രത്യക്ഷമായ വൈരുദ്ധ്യം പരിഹരിക്കും. പഴയ നിയമത്തിൽ നൽകിയിരിക്കുന്ന ധാർമ്മിക നിയമങ്ങൾ എഴുതി മാറ്റാനോ മാറ്റിസ്ഥാപിക്കാനോ ഉദ്ദേശിച്ചുള്ളതല്ല, മറിച്ച് യേശുവിൻ്റെ ഉപദേശങ്ങൾ ത്യാഗത്തിലൂടെ നിർവഹിക്കാനും പൂർത്തീകരിക്കാനും ഉദ്ദേശിച്ചുള്ളതാണെന്ന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ സൂചിപ്പിക്കുന്നു. പഴയ നിയമം എന്ന് വിളിക്കപ്പെടുന്ന തിരുവെഴുത്തുകൾ ബൈബിളായിരുന്നു. ജീവിതത്തിൻ്റെ വഴികാട്ടി എന്നാണ് അപ്പോസ്തലനായ പൗലോസ് റോമിലെ ക്രിസ്തീയ സമൂഹത്തിനെ വിശേഷിപ്പിച്ചത്. സാധാരണ ജനങ്ങൾ വിശുദ്ധ തിരുവെഴുത്തുകൾ ദൈവത്തിൻ്റെ നിശ്വസ്ത പ്രബോധനമായി അംഗീകരിച്ചു.